ഒരു മാക്രോണി റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ട വെജിറ്റബിൾസ്: ക്യാരറ്റ്, സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. പിന്നെ നമുക്ക് മാക്രോൺസും വേണം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കിയെടുക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് മാക്രോണീസ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇത് പരസ്പരം കട്ട ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാക്രോണീസ് വേവായി കഴിഞ്ഞാൽ നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്യുക. അതിലേക്ക് സവാള, കുറച്ച് ഉപ്പ്, ക്യാരറ്റ്, തക്കാളി എന്നിവയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവയെല്ലാം ഇട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് കളർ മാറുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. മസാലയെല്ലാം റെഡിയായി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ടയിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി ഇവയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണീസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. കാര്യം അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അറ്റ് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. എല്ലായിടത്തേക്കും ടൊമാറ്റോ സോസ് എത്തിച്ചതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ട് ഇത് കഴിക്കാം. ആദ്യം നമ്മൾ പരീക്ഷിക്കുന്ന കുട്ടീസനാണ് കേട്ടോ.